സങ്കീർത്തനം 91 ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ബന്ധം വളർത്തിയെടുക്കുന്ന ഇടത്താണ് ദൈവത്തിന്റെ കരുതൽ ഏറ്റവും ആഴത്തിൽ ഒഴുകുന്നത്. ദൈവത്തിൽ വസിക്കുക എന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിയൊളിക്കുക എന്നല്ല, മറിച്ച് ദൈവത്തിൽ നങ്കൂരമിട്ട് നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തെ നേരിടുക എന്നതാണ്. പരിഭ്രാന്തിക്ക് പകരം വിശ്വാസം തിരഞ്ഞെടുക്കുക എന്നതാണ് ദൈവത്തിൽ വസിക്കുക എന്നതിനർത്ഥം. ഭയമുയരുമ്പോൾ, അനിശ്ചിതത്വം പ്രത്യക്ഷപ്പെടുമ്പോൾ, മനുഷ്യരുടെ ഉപദേശങ്ങൾക്ക് പകരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഹൃദയത്തെ നങ്കൂരമിടുക. ദൈവീക സംരക്ഷണം എന്നത് യന്ത്രസമാനമായ ഒന്നല്ലെന്ന് സങ്കീർത്തനം പഠിപ്പിക്കുന്നു. അത് ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവം ദൂരെ ഇരുന്ന് സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തന്നോട് ചേർന്നു നിൽക്കുന്നവരെ അവൻ തന്റെ കൃപ കൊണ്ട് മൂടുന്നു. വിശ്വാസം എന്നത് ജീവിതം തകർന്നു വീഴുമ്പോൾ മാത്രം തട്ടാനുള്ള ഒരു വാതിലല്ലെന്ന് സങ്കീർത്തനം 91 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങൾ ദിവസവും വസിക്കുന്ന ഒരിടമാണ്. ആ സ്ഥലത്ത് ദൈവത്തിന്റെ കരുതൽ ഒരു സങ്കല്പമല്ല, അതിലുപരി ആത്മാവിനെ ശ്വസിക്കാവുന്ന ഒരു അന്തരീക്ഷമായി മാറുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവം ഒരു സങ്കേതവും കോട്ടയുമാണ്. സങ്കീർത്തനം 91 ദൈവത്തെ കേവലം തത്വചിന്താപരമായ വാക്കുകളാൽ മാത്രമല്ല വിവരിക്കുന്നത്. യഥാർത്ഥ അപകടങ്ങളിൽ നിന്നും അതിജീവനത്തിൽ നിന്നുമുള്ള അനുഭവങ്ങളെയാണ് അത് വിവരിക്കുന്നത്. ശത്രുക്കൾ വരുമ്പോൾ ആളുകൾ ഓടിയെത്തുന്ന ഇടമാണ് സങ്കേതം. ആക്രമണത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ശക്തമായ ഇടമാണ് കോട്ട. സങ്കീർത്തനക്കാരൻ ദൈവത്തെ സങ്കേതമെന്നും കോട്ടയെന്നും വിളിക്കുമ്പോൾ അരക്ഷിതാവസ്ഥയും പോരാട്ടങ്ങളും നിറഞ്ഞൊരു ലോകവീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബൈബിൾ അപകടങ്ങളെ നിഷേധിക്കുന്നില്ല, മറിച്ച് യഥാർത്ഥ സുരക്ഷിതത്വം എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഞാൻ കർത്താവിനെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സങ്കീർത്തനം 91:2. ഈ വചനം ഒരു കവിതാപരമായ അതിശയോക്തിയല്ല, അത് ആശ്രയത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മാനുഷിക ശക്തിയേക്കാൾ ദൈവത്തിൽ തൻ്റെ സുരക്ഷ അർപ്പിക്കാനുള്ള ബോധപൂർവമായ തീരുമാനമാണിത്. ദൈവത്തെ ഒരു സങ്കേതമെന്ന് വിളിക്കുന്നത് മനുഷ്യന്റെ പ്രതിരോധം പരിമിതമാണെന്ന് സമ്മതിക്കലാണ്. തിരുവെഴുത്തുകളിൽ വിശ്വാസമെന്നത് നിഷ്ക്രിയമായ ശുഭാപ്തി വിശ്വാസമല്ല. ദൈവത്തെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് അവന്റെ ശക്തി ദൃശ്യമല്ലെങ്കിലും സത്യമാണെന്ന് ഉറപ്പിക്കലാണ്. ചരിത്രത്തിലുടനീളം ദൈവം തന്റെ ജനത്തിന് ഒരു സങ്കേതമാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. ശൗലിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദൈവം തന്റെ ഉറപ്പുള്ള കോട്ടയാണെന്ന് ദാവീദ് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ തങ്ങളെക്കാൾ വലിയ ശത്രുക്കളെ നേരിട്ടപ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ഇടപെട്ടു.